ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊക്കെ തമ്പനയിൽ കണ്ട പോലെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിക്ക് കുറച്ച് അറിവുകളുമായിട്ടാണ് നമ്മൾ നിങ്ങളെ ഒരു വീഡിയോ പങ്കുവെക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. മുതൽ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കേരിയർ വണ്ടിക്ക് നിർബന്ധമാണ്. കയറ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ, ദാർപ്പായി വെക്കാനൊക്കെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് നമ്മളെ വണ്ടി വെച്ചിട്ടാണ് നമ്മളിത് എടുക്കാൻ പോണത്. എന്താ വെച്ചാൽ ഈ കേടുകൾ ഉള്ള വണ്ടികൾ നമ്മൾ കിട്ടാനില്ല. അപ്പം നമ്മളെ വീഡിയോ വണ്ടി വെച്ചിട്ട് തന്നെയാണ് എടുക്കാൻ പോകണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക ഫുള്ളായിട്ട്. അതായത് അതിൻ്റെ ക്യാബിന്, ഇതിൻ്റെ ഈ അകലം, അതേപോലെ ഇതിന് ചെരിവ് പിരിച്ചിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമാണത്. അത് ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി നേരെയാക്കാൻ പറ്റില്ല. ചേസിന് ബെൻഡ് ഉണ്ടാകുമ്പോഴാണ് ഒരു പിരിച്ചിലുണ്ടാവും ചെറിയൊരു. അത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡലിൻ്റെ താഴെയായിട്ട് ഇവിടെ കൊല്ലിന്ന് പറയും. ഈ സ്പേസിൽ ഇവിടെ എവിടെയെങ്കിലും പൊട്ടുണ്ടാവും. അത് ബെൽഡ് ചെയ്ത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചാലൊന്നും അങ്ങനെ അറിയുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ഡേഞ്ചർ പിടിച്ചൊരു കേസാണത്. അത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് ഒരു ഉപകാരം കേട്ടോ, മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ റെക്സിന് അടിക്കുകയാണെങ്കിൽ ചൂടിന് ഒരുപാട് മാറ്റം ഉണ്ടാവും. നമ്മൾ വണ്ടിമേൽ ഇത് അടിച്ചിട്ടൊക്കെയാണ്, അവിടെ ചൂടിന് നല്ല കുറവുണ്ട്. പിന്നെ പറയാനുള്ളത് ബാറ്ററിയാണ്. ഇത് ബോച്ചിൻ്റെ പെട്ടിയാണ്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാറ്ററി നല്ലോണം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ചാട്ടാക്കി വെച്ചാണ്ട് ഒരു മിനിറ്റ് തന്നെ ഹെഡ്ലൈറ്റ് ഇട്ട് വെക്കുക. ഹെഡ്ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അതിന് ബാറ്ററിൻ്റെ പവർ സെൽഫ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി കുഴപ്പമുണ്ടാവില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ യോക്ക്. ഇതിൻ്റെ അവിടെ ജോയിൻ്റ് വരുന്ന സ്ഥലതാ, അവിടെ അകലം ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞാൽ ടയർ ചെത്തി പോകും. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതൊക്കെ മെക്കാനിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വണ്ടിൻ്റെ ബോഡിയാണ്. ഇത് ഈ സാധനം നമ്മളത് കുറച്ച് തുരുമ്പ് പിടിച്ചാണ് പെയിൻ്റ് അടിക്കാനൊക്കെ അതിന് കുറച്ച് ദിവസം നിർത്തിയിട്ട് കഴിഞ്ഞതിൻ്റെ പേരിൽ വെള്ളം നിന്നിട്ടായല്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനം കയറ്റാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ആൾക്കാർ ട്രിപ്പ് വിളിക്കുമ്പോൾ അതിനനുസരിച്ച് പോകേണ്ട സംഗതിയാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുക. അതേപോലെ ഈ സൈഡിലെ ഈ ഇതൊക്കെ പട്ടയാണ്, ഇത് നല്ല ദമ്മുള്ള ഇതാണ്. അതേപോലെ ഇതൊക്കെ നോക്കണം, നല്ലോണം ശ്രദ്ധിച്ചെടുക്കേണ്ട സംഗതികളാട്ടോ. പിന്നെ ഇഞ്ചൻ നമുക്ക് വരുമ്പം എവിടെ ഓയിൽ അടിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ പാക്കിങ് പോയതാകാം, അതല്ലെങ്കിൽ ചേസിന് പൊട്ടാകാം. ഏത് നിലക്കും ഓയിൽ ഒലിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതിനിപ്പോൾ അങ്ങനെ ഓയിൽ ഒലിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി ആദ്യം വരുന്ന നേരത്തെ സ്റ്റാർട്ടാക്കുന്നതിൻ്റെ മുമ്പ് ഓയിൽ തുറന്ന് നോക്കണം. ഓയിൽ തുറന്ന് നോക്കിയിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ തന്നെ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓയിലില്ലാതെ നമ്മൾ സ്റ്റാർട്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഓയിൽ പാരൂല. കാരണം വെള്ളപ്പൊകമൊക്കെ ഉള്ള വണ്ടി, ഇഞ്ചൻ പണിയൊക്കെ ആയതാണ് ഈ വെള്ളപ്പൊക വരും. അപ്പോൾ അത് അറിഞ്ഞ് വിചാരിച്ചിട്ട് ഓയിൽ പാരാതെ നിൽക്കും ചില ടീംസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടാക്കാനും ഓടിപ്പോകാനും പറ്റുള്ളൂ. അത് നിങ്ങൾ വണ്ടി എടുത്ത് പോയാൽ നിങ്ങൾക്കാണ് അതിൻ്റെ പണി കിട്ടുക. ഓയിലില്ലാതെ വൈക്കൽ നിൽക്കും, ഇഞ്ചൻ പണിയൊക്കെ എടുക്കേണ്ടി വരും. അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിൻ്റെ ഇടതുഭാഗം ഇടചിറങ്ങിയിട്ട് ഇവിടെ ചേസിന് പൊട്ട് കാര്യങ്ങളൊക്കെ ഈ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം. പൊട്ടുണ്ടാവും, ചേസിനുണ്ടാവും, അതേപോലെ ബോഡിക്ക് ഈ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ചെറിയ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണ്ടൊക്കെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.